എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രം വിളക്കായി തെളിയുന്ന ആഗ്രയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഇപ്പോൾ ഞങ്ങൾ ആഗ്ര കോട്ടയിലാണ്. ലോകാത്ഭുതമായ താജ്മഹൽ, ഉത്തർപ്രദേശിലെ പ്രധാന സ്ഥലങ്ങളും കാണാനുള്ള ആഗ്രഹത്തോടെ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ സമീപിച്ചത് ഡൽഹിയിലെ ടൂർ അസോസിയേറ്റിലെ ശ്രീ മുരളിയെയാണ്. ആഗ്രയിൽ ഞങ്ങളെത്തി 6 ദിവസം കൊണ്ട് ഇന്ത്യയുടെ ചരിത്രവും ആത്മാവും കണ്ടറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി. ആര്യന്മാരുടെ ആദ്യകാല തലസ്ഥാനമായിരുന്ന അഗ്രബനാണ് ഇപ്പോൾ ആഗ്രയായി മാറിയതെന്ന് പറയുന്നുണ്ട്. മൗര്യ രാജാക്കന്മാരും ഗുപ്ത രാജാക്കന്മാരും ഇവിടം കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തിയതെന്ന് കരുതുന്നു. പിൽക്കാലത്ത് മുസ്ലിം രാജാക്കന്മാരുടെ ആക്രമണത്തിനിരയായി ഡൽഹി സുൽത്താന്മാരുടെ അധീനതയിലായി. അന്നും പ്രധാന നഗരം ഈ ആഗ്ര തന്നെയായിരുന്നു. ഇവിടെ നിന്നും 8 കിലോമീറ്റർ വടക്കായി സിക്കന്ദർ ലോധി നിർമ്മിച്ച സിക്കന്ദര എന്ന നഗരമുണ്ട്. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ വച്ച് ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച ബാബർ മുഗൾ ആധിപത്യത്തിൻ്റെ തലസ്ഥാനമായി ആഗ്രയെ നിശ്ചയിച്ചു. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും വിദഗ്ധനായ ഒരു ശില്പിയെ കൊണ്ടുവന്ന് ഈ നഗരത്തെ പുതുക്കിപ്പണിതു. അന്നു മുതൽ മുഗൾ ചക്രവർത്തിമാരുടെ തലസ്ഥാനമെന്ന നിലയിൽ ഇവിടം പ്രസിദ്ധമാണ്. ഇതുകൂടാതെ യമുനയുടെ ഇടതുകരയിൽ ബാബറിന് വിശ്രമിക്കാനായി ആരംബാഗ് എന്ന ഒരു ചെറിയ നഗരവും നിർമ്മിച്ചു. ഇന്ന് അവിടം രാംബാഗാണ്. മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചതിനു ശേഷം ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമായി. നാം ഈ കാണുന്ന ആഗ്ര കോട്ടയെ ആഗ്രയുടെ ചെങ്കോട്ട എന്ന് വിളിക്കുന്നുണ്ട്. കോട്ടകൾ അധികവും സൈനിക നിർമ്മിതികളായിരിക്കും. യുദ്ധസമയത്ത് പ്രദേശങ്ങളുടെ പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്തവയായിരിക്കും അവ. ഈ കോട്ടയുടെ തുടക്കത്തിൽ ശത്രുക്കൾ കടക്കുമ്പോൾ മുകളിൽ നിന്ന് എണ്ണ ഒഴുക്കി പ്രവേശനം തടഞ്ഞിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാം. സമാധാനകാലത്ത് ആ പ്രദേശത്തെ ഭരണം സ്ഥാപിക്കാനും അവിടം ഉപയോഗിക്കും. ലോക ചരിത്രത്തിൽ തന്നെ നഗരങ്ങൾക്ക് അതിജീവിക്കാൻ ഇത്തരം പ്രതിരോധ മതിലുകൾ ആവശ്യമായിരുന്നതായി കാണാം. അതുപോലെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങൾക്കുള്ള പ്രതിരോധത്തിനായും ഇതുപോലുള്ള ധാരാളം കോട്ടകൾ ലോക ചരിത്രത്തിൽ കാണാം. ഗൈഡിൻ്റെ വാക്കുകൾ കുറച്ച് ശ്രദ്ധിക്കാം. ബാബറിനു ശേഷം 1530 മുഗൾ ചക്രവർത്തിയായി ഹുമയൂൺ കിരീടം ധരിച്ചത് ഈ കോട്ടയിൽ വച്ചാണ്. അദ്ദേഹത്തിനു ശേഷം 1565 ചക്രവർത്തിയായ അക്ബർ ഇത് പുതുക്കിപ്പണിതു. ഈ ചക്രവർത്തിമാർ ഉണ്ടാക്കിയ എല്ലാ കൊട്ടാരങ്ങളും നമുക്ക് കണ്ടറിയാം. ഞങ്ങൾ കടന്നു പോകുന്ന എല്ലായിടത്തെക്കുറിച്ചും ഞങ്ങളുടെ ഗൈഡ് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അത് കൂടുതൽ അറിവുകൾ നേടാൻ സഹായകവുമായിരുന്നു. മുഗൾ ഭരണകാലത്ത് ഈ വിശാലമായ തോട്ടത്തിലായിരുന്നു ഏറ്റവും നീരുള്ള മുന്തിരിയും മനോഹരമായ പൂക്കളും നിറഞ്ഞു നിന്നിരുന്നത്. ഈ അങ്കുരി ബാഗ് ആദ്യകാലത്ത് ചക്രവർത്തിക്കും രാജകുടുംബത്തിലെ സ്ത്രീകൾക്കും വിശ്രമ കേന്ദ്രമായിരുന്നു. वो देखिए जो व्हाइट मार्बल से बना है वो शाहजहां का बेडरूम है, बेडरूम ऑफ शाहजहां, द बेडरूम शाहजहां का बेडरूम है, शाहजहां और मुमताज दोनों को ये बेडरूम है. और जो पालकी के डिजाइन देख रहे हैं लेफ्ट राइट साइड, उनकी छोटी बेटी का पैलेस है वो रोशन आरा, और जो राइट में है वो जहां आरा. अभी आप चलेंगे उधर आपको അക്ബറിൻ്റെ ചെറുമകനായ ഷാജഹാനാണ് ഈ കാണുന്ന വെണ്ണക്കൽ കൊട്ടാരം നിർമ്മിച്ചത്.
ചുവന്ന മണൽ കല്ലുകൊണ്ടുണ്ടാക്കിയ പല കെട്ടിടങ്ങളെയും ഷാജഹാൻ വെള്ള മാർബിളുകൾ ചേർത്ത് മനോഹരമാക്കി. ഖാസ് മഹൽ തുടങ്ങിയ കൊട്ടാരങ്ങൾ കെട്ടിയതും അദ്ദേഹമാണ്. ഇസ്ലാമിക വാസ്തുശില്പ ശൈലിയാണ് ഇവിടെ ആകെ കാണാനുള്ളത്. പടിഞ്ഞാറൻ ആഫ്രിക്ക, യൂറോപ്പ് മുതൽ കിഴക്കൻ ഏഷ്യ വരെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും വാസ്തു നിർമ്മാണ രീതിയാണ് നമുക്കിവിടെ കാണാനുള്ളത്. വാസ്തുശില്പ വൈഭവം അവിടുത്തെ കൊത്തുപണികളിലും അലങ്കാര പണികളിലും മാത്രമല്ല, മൊത്തത്തിലുള്ള നിർമ്മാണത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് സുഖകരമായ താമസം ഉറപ്പാക്കാൻ അക്കാലത്ത് ലഭ്യമായ എല്ലാ വിദ്യകളും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷൻ സൗകര്യം അകത്തുനിന്ന് കാണാൻ കഴിയാത്തതും എന്നാൽ പുറത്തുനിന്ന് തുറന്നിട്ടിട്ടുള്ളതുമായ വാതായന സൗകര്യത്തിലൂടെ ലഭ്യമാക്കുന്നത് അനുഭവിച്ചറിയുക തന്നെ വേണം. വെളുത്ത മാർബിൾ ഖാസ് മഹലിനും ചുവന്ന കല്ലുകൊണ്ടുള്ള ജഹാംഗീരി മഹലിനും ഇടയിലുള്ള ഈ കെട്ടിടം ഷാജഹാനി മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ പരിവർത്തന സ്വഭാവം കാണിക്കുന്ന നിർമ്മാണ രീതികൾ ഇവിടെ കാണാനുണ്ട്. ഷാജഹാൻ ചക്രവർത്തി അവിടെയുണ്ടായിരുന്ന ചുവന്ന കല്ലുകൊണ്ടുള്ള കെട്ടിടത്തെ തൻ്റെ ഇഷ്ടാനുസരണം മാറ്റാനെടുത്ത ശ്രമം ഇവിടെ കാണാം. ആഗ്ര കോട്ടയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കൊട്ടാരവും ഇതുതന്നെയായിരുന്നു. യമുനാ നദിയുടെ തീരത്ത് ഒരു വലിയ ഹാൾ, ചുറ്റും മുറികൾ, അഷ്ടഭുജാകൃതിയിലുള്ള ഒരു വലിയ ഗോപുരം എന്നിവ ഇവിടെയുണ്ട്. ഇഷ്ടികയും ചുവന്ന കല്ലും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ചുവരുകളിൽ വെളുത്ത സ്റ്റക്കോ പ്ലാസ്റ്റർ ഉപയോഗിച്ച് മോടി വരുത്തിയിരിക്കുകയാണ്. അതിൽ നിറയെ പൂക്കളുടെ ഡിസൈനുകൾ വരച്ച് ഭംഗി കൂട്ടിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഈ കെട്ടിടം വെളുത്ത മാർബിൾ പതിപ്പിച്ചതുപോലെ വെട്ടിത്തിളങ്ങിയിരുന്നതായി പറയുന്നു. ഖാസ് മഹലിലേക്ക് കടക്കുന്നിടത്ത് ഒരു വലിയ വിശാലമായ മാർബിൾ വരാന്തയുണ്ട്. 2 തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ബാൽക്കണിയും ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കെട്ടിടത്തിൻ്റെ വിശാലമായ വരാന്തയിലും ബാൽക്കണിയിലും ഇരുന്ന് യമുനാ നദീതീരത്തിൻ്റെ മനോഹാരിത മതിയാവോളം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജഹാംഗീർ ഹൗസിൻ്റെ മുറ്റത്തായി 1610 നിർമ്മിച്ച ഒരു ടാങ്കുണ്ട്. 5 അടി ഉയരവും 8 അടി വ്യാസവും 25 അടി ചുറ്റളവുമുള്ള ഈ ടാങ്ക് അദ്ദേഹം കുളിക്കാൻ ഉപയോഗിച്ചിരുന്നതായി കണക്കാക്കുന്നു. 500ഓളം കെട്ടിടങ്ങൾ ഒരു കാലത്ത് ഈ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതായി പറയുന്നു. അവയിൽ ചിലത് ഷാജഹാൻ തൻ്റെ വെള്ള മാർബിൾ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പൊളിച്ചു മാറ്റി. ശേഷിച്ചവയിൽ അധികവും 1803-നും 1862-നും ഇടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ബാരക്കുകൾ ഉണ്ടാക്കാനായി പൊളിച്ചു കളഞ്ഞു. യമുനാ നദിക്ക് നേരെ തെക്ക് കിഴക്കു ഭാഗത്തുള്ള ഈ 30ഓളം മുഗൾ കെട്ടിടങ്ങൾ മാത്രമേ നമുക്കിന്ന് കാണാനുള്ളൂ. ശുദ്ധമായ മാർബിളിൽ തുടിച്ചു നിൽക്കുന്ന കൊത്തുപണികൾ ഇഷ്ടപ്പെടാത്ത ഒരു സഞ്ചാരിയും ഇവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. ശുദ്ധമായ വായു എപ്പോഴും ഇതിനുള്ളിൽ പ്രവേശിക്കാനായി അതിവിദഗ്ധമായി ചുവരുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ആരെയും ആകർഷിക്കും. ഇതെല്ലാം പടുത്തുയർത്തിയ ഷാജഹാൻ്റെ അവസാനം അതിദയനീയമായിരുന്നു. മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി ഈ കോട്ടയ്ക്കുള്ളിലാണ് തടവിലിട്ടത്. പക്ഷേ അങ്ങകലെയായി അദ്ദേഹം പ്രിയതമയ്ക്കായി നിർമ്മിച്ച അതിമനോഹരമായ ആ താജ്മഹൽ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും കാണാനുള്ള സൗകര്യത്തിലാണ് ഇവിടെ തടവറ ഒരുക്കിയത്. ഷാജഹാൻ തടവിലായിരുന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മീന മസ്ജിദ് എന്ന പള്ളിയാണ് ഇവിടെ കാണുന്നത്. എല്ലാ വശങ്ങളും ഉയർന്ന മതിലുകളാൽ ഇവിടെ അടച്ചുറപ്പിച്ചിരിക്കുന്നു. മറ്റലങ്കാരങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായാണ് ഇവിടം കാണുന്നത്. 3 കമാനങ്ങളുള്ള പ്രാർത്ഥനാ മുറിയുടെ മുന്നിലായിട്ട് ഒരു ചെറിയ തുറന്ന മുറ്റം കാണാം.
ഇന്ന് ഈ പള്ളി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ്. സുന്നി വിഭാഗത്തിലുള്ളവർക്ക് ഈ മീനാപ്പള്ളി ഒരു സ്വർഗീയ പള്ളിയാണ്. ഇതിലെ ഓരോ മതിലിൻ്റെയും നടുക്കായി ഒരു ഉയർന്ന പ്രവേശന ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തുള്ളതാണ് പ്രധാന വാതിൽ. പടിഞ്ഞാറേ അറ്റത്താണ് പ്രധാന പ്രാർത്ഥനാമുറി. പ്രാർത്ഥനാമുറിയുടെ മുമ്പിലുള്ള ആ മനോഹരമായ മുറ്റത്തിനു ചുറ്റും അക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. അതിൽ നിന്നും അക്കാലത്തെ ജീവിത സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ കണ്ട് കൂടുതൽ അറിയുമ്പോഴാണ് ചരിത്രമെന്നത് ചത്തവൻ്റെ ജാതകമല്ലെന്നും ജീവിച്ചിരിക്കുന്നവന് അത് മുന്നോട്ടു പോകാനുള്ള ഊർജമാണെന്നും ബോധ്യമാകുന്നത്. ഇവിടെ നിന്ന് തൊട്ടകലെയായി കാണുന്ന പ്രേമകുടീരമായ താജ്മഹലിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ വൈവിധ്യസുന്ദരമായ പഴയകാല ജീവിതമാണ്. കൂടുതൽ കാഴ്ചാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.